കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടു കെമിസ്ട്രി രണ്ടാമത്തെ അധ്യായം സൊല്യൂഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഹെൻറീസ് ലായ്ക്ക് തൊട്ട് മുന്നേ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് എന്താണ് ഹെൻറീസ് ലോ എന്ന് നോക്കാം. ഹെൻറീസ് ലോ, it states that the partial vapor pressure of a gas in vapor phase is proportional to the mole fraction of gas in the solution. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാസിന് മുകളിൽ കൊടുക്കുന്ന പ്രഷർ കൂടുന്നതനുസരിച്ച് സൊല്യൂഷനകത്തുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടും. സൊല്യൂഷനകത്തുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടുമെന്ന് വെച്ചാൽ ആ സൊല്യൂഷനകത്ത് ഗ്യാസ് കൂടുതലായി ലയിച്ച് ചേരും. അതാണ് അതിൻ്റെ മീനിങ്. ദാറ്റ് ഈസ്, നമ്മൾ കൊടുക്കുന്ന പാർഷ്യൽ വേപ്പർ പ്രഷർ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ കൈ. പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ കൈ. ഇനി നമുക്ക് പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം. അതാണ് കെ എച്ച്. സോ പി സമം കെ എച്ച് ഇൻറ്റു കൈ. ഇത് കണ്ടാൽ മനസ്സിലാകും പാർഷ്യൽ പ്രഷറും സൊല്യൂഷനകത്തുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ദാറ്റ് ഈസ് പി പ്രൊപ്പോർഷണൽ ടു കൈ ആണ്. ഒരു പി സമം കെ എച്ച് ഇൻറ്റു കൈ, വെർ കെ എച്ച് ഈസ് കാൾഡ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. ഇനി ശ്രദ്ധിക്കുക, കെ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് എ ഗ്യാസ്. ഒരു ഗ്യാസിൻ്റെ നേച്ചറുമായിട്ട് കെ എച്ചിൻ്റെ വാല്യൂവിന് ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ഗ്യാസ് മാറുന്നതനുസരിച്ച് കെ എച്ചിൻ്റെ വാല്യൂ മാറും അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതായത് ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിൽ ഓക്സിജൻ ഗ്യാസ് കാണിക്കുന്ന കെ എച്ച് വാല്യൂ ആയിരിക്കത്തില്ല നൈട്രജൻ ഗ്യാസ് കാണിക്കുന്നത്. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ്. ഗ്യാസിൻ്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് കെ എച്ച് വാല്യൂ മാറി മാറി വരും. ദാറ്റ് ഈസ്, ഡിഫറെൻറ്റ് ഗ്യാസസ് വിൽ ഹാവ് ഡിഫറെൻറ്റ് കെ എച്ച് വാല്യൂസ്. ഇനി എന്തൊക്കെയാണ് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ? ഒന്ന്, മാനുഫാക്ചർ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇപ്പം നമ്മൾ കണ്ടതാണ്, പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് സൊല്യൂഷനകത്തുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടും, എമൗണ്ട് കൂടും. ഉദാഹരണത്തിന് കൂടുതൽ പ്രഷർ കൊടുത്താൽ കൂടുതൽ ഗ്യാസ് ആ സൊല്യൂഷനകത്ത് ലയിക്കും. ഇങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. എക്സാമ്പിൾ സോഡ വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് മുകളിൽ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ ഈ CO2 ഗ്യാസ് വെള്ളത്തിനകത്ത് ഒരുപാട് ലയിക്കും. ഇങ്ങനെയാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, സ്ക്യൂബ ഡൈവേഴ്സ്, മുങ്ങൽ വിദഗ്ധർ. വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഷർ വളരെ കൂടുതലാണ്. പ്രഷർ കൂടുന്നതനുസരിച്ച് ഹെൻറീസ് ലോ പ്രകാരം ഒരുപാട് ഓക്സിജൻ ഗ്യാസ് ബ്ലഡിനകത്ത് ലയിക്കും. തിരിച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരും തോറും പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ ഹെൻറീസ് ലോ പ്രകാരം സൊല്യൂഷനകത്തുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ കുറയും. കുറയുമെന്ന് പറയുമ്പം രക്തത്തിനകത്തുള്ള ഓക്സിജൻ എമൗണ്ട് കുറയണം. ആ കുറയുന്ന ഓക്സിജൻ ഗ്യാസായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഓക്സിജനും നൈട്രജനും ക്യാപ്പിലറീസിൽ, രക്തക്കുഴലുകളിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കും. ആ ബ്ലോക്കിൻ്റെ പേരാണ് ബെൻഡ്. ബെൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെയിൻഫുൾ സിറ്റുവേഷൻ. വളരെ വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ബെൻഡ്. ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു ഡെത്ത്. ഇത് മരണത്തിലേക്ക് വരെ നയിക്കാം. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ സ്ക്യൂബ ഡൈവേഴ്സ് ഉപയോഗിക്കുന്ന ടാങ്കിനകത്ത് ഓക്സിജനോടും നൈട്രജനോടും ഒപ്പം കുറച്ചളവിൽ ഹീലിയം കൂടെ മിക്സ് ചെയ്യും. അത് ഇനേർട്ട് ഗ്യാസാണ്. അതിൻ്റെ ആക്ടിവിറ്റി മൂലം പിന്നെ പ്രഷറിനകത്ത് വേരിയേഷൻ വരികയും ബെൻഡ് എന്നുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ഇനി ഹെൻറീസ് ലോ ഉപയോഗിച്ച് നമുക്ക് ചില സെർട്ടൻ ബയോളജിക്കൽ ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾ അനോക്സിയ. മൗണ്ട് ക്ലൈംബേഴ്സ് ഉയരങ്ങളിലേക്ക് പോകും തോറും അവിടെ പ്രഷർ കുറവാണ്. പ്രഷർ കുറയും തോറും ഹെൻറീസ് ലോ പ്രകാരം ഗ്യാസിൻ്റെ രക്തത്തിനകത്തുള്ള സോളിബിലിറ്റി കുറയും. ദാറ്റ് മീൻസ് ഓക്സിജൻ ഗ്യാസ് ബ്ലഡിനകത്ത് ലയിക്കത്തില്ല. ഓക്സിജൻ ബ്ലഡിൽ ലയിക്കാത്തിടത്തോളം കാലം ഈ രക്തത്തിന് ഓക്സിജനെ കൊണ്ട് കോശങ്ങളിൽ കൊടുക്കാൻ സാധിക്കത്തില്ല. ക്രമേണ നമുക്ക് തളർച്ച തോന്നും, ക്ഷീണം തോന്നും, മെമ്മറി ലോസ് ഉണ്ടാകും. വി വിൽ ബിക്കം അണേബിൾ ടു തിങ്ക്. ചിന്തിക്കാൻ നമുക്ക് സാധിക്കത്തില്ല, പ്രോപ്പർലി ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഇതാണ് അനോക്സിയ. ഈ അനോക്സിയ എക്സ്പ്ലെയിൻ ചെയ്യാനും ഹെൻറീസ് ലോ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് സോളിബിലിറ്റിയുടെ എഫക്റ്റ്. ഫസ്റ്റ് കേസ്, സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. സോളിഡ് എടുത്ത് വെള്ളത്തിനകത്തിടുമ്പം സോളിബിലിറ്റി എങ്ങനെയാണ്? ഒന്ന്, ടെമ്പറേച്ചർ. അപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്ന പ്രവർത്തനം, അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്ന പ്രവർത്തനം, സോളിഡ് ഇൻ ലിക്വിഡ്. ഈ പ്രവർത്തനം ഇറ്റ് മേ ബി എക്സോതെർമിക് ഓർ എൻഡോതെർമിക്. ഇഫ് ഇറ്റ് ഈസ് എക്സോതെർമിക്, ഇത് എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും സോളിബിലിറ്റി കുറയും. ഇഫ് ഇറ്റ് ഈസ് എൻഡോതെർമിക്, എൻഡോ ആണെങ്കിൽ ഹീറ്റ് വലിക്കുന്നതാണല്ലോ എൻഡോതെർമിക്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്തോറും
എൻഡോതെർമൽ റിയാക്ഷനകത്തുള്ള സോളിബിലിറ്റി കൂടും. ഇനി പ്രഷർ. സോളിഡ് ലിക്വിഡ് എന്ന് പറയുമ്പം രണ്ടുപേരും ഇൻകംപ്രസിബിൾ റിജിഡുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഷറിന് ആപ്ലിക്കേഷൻ ഇല്ല. പ്രഷറിന് ആപ്ലിക്കേഷൻ വരണമെങ്കിൽ ഒരാളെങ്കിലും ഗ്യാസ് ആയിരിക്കണം. ഇനി രണ്ടാമത്തേത് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് എടുക്കുന്നു, വെള്ളത്തിനകത്ത് ലയിപ്പിക്കുന്നു. ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്താണ്? ഗ്യാസ് വെള്ളത്തിൽ ലയിക്കുന്ന പ്രവർത്തനം ആൾവേസ് എക്സോതെർമിക്കാണ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂടുന്തോറും സോളിബിലിറ്റി കുറയും, ഉള്ള ഗ്യാസും കൂടെ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ ചായപാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമ്പം കുമിള പുറത്തേക്കാണ് പോകുന്നത്, അകത്തുള്ള ഓക്സിജൻ ഗ്യാസ് പുറത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുന്തോറും വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ പുറത്തേക്കല്ലേ പോയത്? ദാറ്റ് ഈസ് സോളിബിലിറ്റി കുറയും. ഇനി പ്രഷർ. ഹെൻറീസ് ലോ നമ്മൾ പഠിച്ചതാണ്. ഗ്യാസിന് മുകളിൽ കൊടുക്കുന്ന പ്രഷർ കൂടുന്തോറും വെള്ളത്തിനകത്തുള്ള ഗ്യാസിൻ്റെ സോളിബിലിറ്റി കൂടും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് റാവുൾസ് ലോ ആണ്. റാവുൾസ് ലോ, ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്. അതായത് സൊല്യൂട്ട് ലിക്വിഡ്, സോൾവെൻ്റ് ലിക്വിഡ്, അങ്ങനെ രണ്ടുപേരും ലിക്വിഡ് ആകുന്ന സമയത്തുള്ള സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലോയാണ് റാവുൾസ് ലോ. ഇനി ആ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് the partial vapor pressure of each component in the solution is directly proportional to their mole fraction. എന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്, വോളറ്റൈൽ മീൻസ് വേപ്പർ ആകുന്ന ലിക്വിഡ്സ്, അങ്ങനെ വേപ്പർ ആകുന്ന ലിക്വിഡ്സ് ചേർന്നുണ്ടാകുന്ന സൊല്യൂഷനകത്ത് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ്, അതിനകത്തുള്ള ഓരോ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഓൺ മോൾ ഫ്രാക്ഷൻ. എന്ന് വെച്ചാൽ രണ്ട് കമ്പോണൻ്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, 1ഉം 2, അവർ ചേർന്ന് സൊല്യൂഷൻ ഉണ്ടായി. അപ്പോൾ ഒന്നാമത്തെ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇൻ ദ സൊല്യൂഷൻ. ആ സൊല്യൂഷനകത്ത് രണ്ടാമത്തെ ആളും ഉണ്ടല്ലോ, ആ രണ്ടാമത്തെ ആളിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സൊല്യൂഷനകത്തുള്ള അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കിയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്, വേപ്പറാകുന്ന ലിക്വിഡ് ചേർന്നുണ്ടാകുന്ന സൊല്യൂഷനകത്ത് ഉള്ള ഓരോ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമുക്ക് ഡെറിവേഷൻ നോക്കാം. ഇനി ഫോർ ദ കമ്പോണൻറ്റ് 1 നമ്മൾ പറഞ്ഞല്ലോ 1+2 രണ്ട് പേര് ചേർന്ന് സൊല്യൂഷൻ ഉണ്ടാകുമ്പം കമ്പോണൻറ്റ് 1, ആ കമ്പോണൻറ്റ് 1ൻ്റെ വേപ്പർ പ്രഷർ P1 പ്രൊപ്പോർഷണൽ ടു K1 ആണ്. ഒന്നാമത്തെ കമ്പോണൻറ്റിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? K1 ആണ്. ഓർ P1 സമം P01 ഇൻറ്റു K1. P1 K1 പ്രൊപ്പോർഷണലാണ്. ഓർ P1 ഈക്വൽസ് P01 ഇൻറ്റു K1, where P01 is the vapor pressure of the pure component 1. Similarly P2 എന്തായിരിക്കും? പ്രൊപ്പോർഷൻ ടു K2 ആണ്. ഓർ P2 സമം P02 K2, where P02 is the vapor pressure of the pure component 2. ഇനി അപ്ലൈയിങ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, P ടോട്ടൽ സമം P1 പ്ലസ് P2. P1 പകരം P01 K1, P2 പകരം P02 K2. We know that K1 plus K2 സമം 1 ആണ്. Therefore K1 പകരം 1 മൈനസ് K2. So 1 മൈനസ് K2 ഇൻറ്റു P01 പ്ലസ് P02 ഇൻറ്റു K2. രണ്ട് ടൈമിലും K2 നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് P01 അങ്ങോട്ട് എടുക്കുക, രണ്ട് ടൈമിൽ K2 വരും. ആ K2 പൊതുവായിട്ട് എടുക്കുമ്പോഴത്തേക്ക് P02 മൈനസ് P01 ഇൻറ്റു K2 എന്ന് കിട്ടും. ഇനി എടുക്കുന്ന ആൾക്കാർ വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ അവർ വേപ്പറാകുന്ന സമയത്തുള്ള സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ടോട്ടൽ പ്രഷറിനും റാവുൾസ് ലോയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് വേപ്പർ ഫേസിൽ
ഒന്നാമത്തെ കമ്പോണൻറ്റിൻ്റെ പ്രഷർ P1 ഈസ് ഈക്വൽ ടു Y1 ഇൻറ്റു പി ടോട്ടൽ. രണ്ടാമത്തെ പ്രഷർ P2 സമം Y2 ഇൻറ്റു പി ടോട്ടൽ, വേർ Y1 ആൻഡ് Y2 ആർ ദി മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 1 ആൻഡ് 2 ഇൻ വേപ്പർ ഫേസ്. K1 ഉം K2 ഉം മോൾ ഫ്രാക്ഷനാണ് ഇൻ ലിക്വിഡ് ഫേസ്. Y1 ഉം Y2 മോൾ ഫ്രാക്ഷനാണ് ഇൻ വേപ്പർ ഫേസ്. ഓർ ഇൻ ജനറൽ Pi സമം Yi ഇൻറ്റു പി ടോട്ടൽ. കാര്യം P1 എന്താണ്? Y1 ഇൻറ്റു പി ടോട്ടൽ. P2 എന്താണ്? Y2 ഇൻറ്റു പി ടോട്ടൽ. ഇപ്പോൾ Pi സമം Yi ഇൻറ്റു പി ടോട്ടൽ എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ വേപ്പർ ഫേസിലായി കഴിഞ്ഞാലുള്ള റൗൾസിലായാണ്. ഇനി റൗൾസിലയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, പി ടോട്ടൽ സമം P01 പ്ലസ് K2 ഇൻറ്റു P02 മൈനസ് P01 ആണ്. അപ്പോൾ അവിടെ നോക്കുക, അവിടെ K2 എന്നൊരു സംഗതി മാത്രമേ വന്നുള്ളൂ, K1 വന്നിട്ടില്ല. അപ്പോൾ അതിന് മീനിങ് എന്താണ്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഈസ് റിലേറ്റഡ് ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൺലി വൺ കമ്പോണൻറ്റ്. കാര്യം K1 K2 വെച്ച് തുടങ്ങിയെങ്കിലും ലാസ്റ്റ് K2 മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മീനിങ് ടോട്ടൽ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ ഓഫ് ദ കമ്പോണൻറ്റ്. സെക്കൻഡ് പോയിന്റ്, ടോട്ടൽ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ വേരീസ് ലീനിയർലി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 2. കാര്യം നമ്മൾ ഇക്വേഷൻ പറഞ്ഞപ്പം പി ടോട്ടൽ സമം P01 പ്ലസ് K2 ഇൻറ്റു P02 മൈനസ് P01 ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ K2 ഉം പി ടോട്ടലും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ലീനിയർലി ചേഞ്ച് ചെയ്യുന്ന സാധനം.